ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാമെന്നാണ്. ഇത് ഒരു സാങ്കല്പികമല്ല, ഇത് യഥാർത്ഥത്തിൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. വൃന്ദാവനത്തിലെ ഗോസ്വാമിമാർ രചിച്ച ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു കൊടുത്തത്. ആരാണ്? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. ഗുരുവായൂരപ്പൻ്റെ തന്നെ സാക്ഷാൽ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിട്ട് കാണാനുള്ള ആ വഴിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞു തുടങ്ങി ശ്രദ്ധയിൽ നിന്ന് അത് സാധു സംഘത്തിലേക്കും, സാധു സംഘത്തിൻ്റെ തുടർച്ചയായിട്ട് ഭജനക്രിയയും, ആ ഭജനക്രിയയുടെ അടുത്തിതായിട്ട് നമുക്ക് അനർത്ഥ നിവൃത്തിയും, അനർത്ഥ നിവൃത്തിക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഒരു നിഷ്ഠ, പിന്നെ രുചി, പിന്നെ ആസക്തി, ഭാവം, കൃഷ്ണപ്രേമം. അന്നേരം ഭക്തിയാകുന്ന, ഭഗവാനോടുള്ള ഭക്തിയാകുന്ന കണ്ണു വെച്ചേ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റൂ. ഭക്തിയാമാം അഭിജാനാതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. പക്ഷെ ഭക്തി കൊണ്ട് മാത്രം പോരാ, ആ ഭക്തിയുടെ പരമകാഷ്ഠയാകുന്ന കൃഷ്ണപ്രേമം എന്നൊരു ഭാവത്തിലേക്ക് എത്തണം. കൃഷ്ണപ്രേമമാകുന്ന അഞ്ജനം കൊണ്ട് മാത്രമേ, ആ അഞ്ജനം വെച്ച് നമ്മളുടെ കണ്ണെഴുതിയാൽ മാത്രമേ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റൂ. ഭഗവാന്റെ ആ സാന്നിധ്യം, ഭഗവാന്റെ ആ സാമീപ്യമൊക്കെ അറിയാൻ പറ്റും. അല്ലാതെ ഊഹാപോഹം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് പറയുന്നതെല്ലാം സഹജീയസം എന്ന് പറയും. സഹജീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാനെ വളരെ ചീപ്പായിട്ട് കാണുന്നു എന്ന് തന്നെ പറയാം. അവർ പലപ്പോഴും പറയും നമ്മൾ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ പ്രത്യക്ഷത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആചരണം കണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ വിശ്വസിക്കാൻ പറ്റൂ. കൂടുതൽ ആൾക്കാരും ഭഗവാനെ കണ്ടു, ഭഗവാനുമായിട്ടുള്ള ഒരു അനുഭവം ലഭിച്ചു എന്ന് പറയുന്നത് അധികം പേരും ഒരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതായത് ഞാൻ ഭഗവാനുമായിട്ട് വളരെ അടുത്തുള്ള വ്യക്തിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനും അതിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടാനും ആദരവ് സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് സാധാരണ രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് അത് ആരെയും ബോധ്യപ്പെടുത്താനോ, നിർമ്മാനമോഹ മാന അപമാനത്തിനും അപ്പുറത്തായിട്ടുള്ള പരിശുദ്ധ ഭക്തി, അതൊരു ജീവാത്മാവിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രേമമാണ്, പരിശുദ്ധ പ്രേമം. പലപ്പോഴും ഒരു ആണും പെണ്ണുമായിട്ട് പ്രേമം, ലവ് എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ പ്രേമം ഈ പ്രപഞ്ചത്തിലില്ല. ഇവിടെ ഉള്ളത് കാമം മാത്രമേ ഉള്ളൂ. പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്, പരമാത്മാവിനോട് തോന്നുന്ന വികാരത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിലൊന്നും ഭൗതിക മാലിന്യങ്ങളില്ല. നമ്മൾ ഇവിടെ കാണുന്ന സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് അതെല്ലാം കാമമാണ്. കാരണം അത് ശരീരബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഭാവം വരുന്നത്. പക്ഷെ പ്രേമം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാല് എന്ന് പറയുമ്പോൾ പലതരം പാലുകളും ഉണ്ട്. ആട്ടിൻ്റെ പാലുണ്ട്, അല്ലേ? അങ്ങനെ പല പല പാലുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ പാല് എന്ന് പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും ഏത് പാലാണ്? പശുവിൻ്റെ പാലാണ്. അതേപോലെ തന്നെ പ്രേമം എന്ന് ഉദ്ദേശിക്കുന്ന എപ്പോഴും കൃഷ്ണപ്രേമമാണ്. ഇത് തന്നെയാണ് ശാസ്ത്രത്തിലെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അന്നേരം കൃഷ്ണപ്രേമമാകുന്ന ആ ഒരു അഞ്ജനം കൊണ്ട് നമ്മുടെ കണ്ണെഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാനും അനുഭവിച്ചറിയാനും പറ്റും. അതാണ് ഇന്നലെ വരെ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ്. 6 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീമദ് ഭാഗവതം മുന്നോട്ട് തുടങ്ങുന്നത്, സൂത ഗോസ്വാമി പറഞ്ഞു തുടങ്ങുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മൾ കൃഷ്ണനെ ഭഗവാന്റെ 10 അവതാരങ്ങൾ, വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ നിന്ന് ഒരു അവതാരം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ 10 അവതാരമല്ല, ഭഗവാൻ അസംഖ്യം അവതാരങ്ങളുണ്ട്. കൃഷ്ണൻ അവതാരിയാണ്, എല്ലാ അവതാരത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമാണ് എന്ന് ഇന്നത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് മാതിരി, ഇതെല്ലാം നമ്മൾ കൃഷ്ണ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സുകൊണ്ട്, ഊഹാപോഹങ്ങൾ കൊണ്ട് രചിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം ഭഗവത്ഗീത, ഭാഗവതം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ ഋഷിമാർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടുകൂടി ചർച്ച ചെയ്യുന്നത്.
ഇതൊക്കെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ ആ ഭക്തിയുടെ സ്റ്റേജസിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ആ ജ്ഞാനം ഉദിക്കുമ്പോൾ, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ആ ഒരു നിലയിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആ ഒരു സ്ഥാനം നമുക്ക് മനസ്സിലാവും. വാസുദേവ സർവമിതി, അങ്ങനെയുള്ള മഹാത്മാ, മഹാത്മാ ദുർലഭം. മഹാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം ഗുണമാശ്രിത, ദേവീം പ്രകൃതിയും ആശ്രിത. ഭഗവാന്റെ ദേവി പ്രകൃതി, ഭൗതിക പ്രകൃതിക്കും അപ്പുറത്തായിട്ടുള്ള അതീന്ദ്രിയ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികളാണ് മഹാത്മാവ്. അതാണ് ശ്രീമദ് ഭഗവത്ഗീതയിലും ഭാഗവത്തിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകം ആരംഭിക്കാം. ഭഗവാൻ എങ്ങനെയാണ് അസംഖ്യ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനം എന്ന് നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്നു മുതൽ അവതാരങ്ങളുടെ പട്ടിക തുടങ്ങുകയാണ്. അതിനെക്കുറിച്ച് വളരെ നല്ല സ്കോളർലി രീതിയിൽ ശ്രീല പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ശ്രീമദ് ഭാഗവതം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കുക. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചിലപ്പോൾ ആ ശ്ലോകത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ എല്ലാ ഭാവാർത്ഥവും ചിലപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ശ്രീമദ് ഭാഗവതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ശ്രീമദ് ഭാഗവതം. ക്ഷമിക്കണം, ഇത് മിറർ ഇമേജ് ആയിട്ട് കാണുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം. വളരെ ലോകത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു ഭാഗവതം ടെക്സ്റ്റ് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും അടുത്തുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സെൻറ്ററിൽ ചോദിച്ചിട്ട് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭാവാർത്ഥമൊക്കെ വായിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ശ്രവണവും ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചർച്ചകൾ ചെയ്യുമ്പോഴും പിന്നെ സംശയമുള്ളതൊക്കെ ചോദ്യങ്ങളായിട്ട് കമൻസിൽ ഇടുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ മെസ്സേജായിട്ട് അയക്കുകയോ ചെയ്യുമ്പോൾ കൂടുതൽ ഭാഗവതത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഡീപ്പ് വശങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാനൊക്കെ പറ്റും. അത് നല്ലതായിരിക്കും എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇന്ന് നമ്മൾ ഭഗവാന്റെ കീർത്തനം വെച്ച് നമുക്ക് ഇന്നത്തെ ശ്രവണം തുടങ്ങാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയോ യശോദാനന്ദന, ജയോ ബ്രജജനരഞ്ജന, ജയോ യശോദാനന്ദന, ജയോ ബ്രജജനരഞ്ജന, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവതാ. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ, ഭഗവദത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു ഭഗവാനെ കാണാനുള്ള യോഗ്യത എന്താണ്. പല ആൾക്കാരും പറയും ഭഗവാനെ കണ്ടിട്ടില്ല, ഭഗവാൻ ഉണ്ടോ, ഇതൊരു കല്ലല്ലേ. പക്ഷെ നമ്മൾ ഇന്നലെ പഠിച്ചു വിഗ്രഹം എന്ന് പറയുന്നത് കല്ലല്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ ഇറങ്ങി വരികയാണ്. ഇതിന് ഒരാചാര്യൻ തരുന്ന ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന നമ്മുടെ സൈസുമായിട്ട് നോക്കുമ്പോൾ വളരെ വലുതാണ്. ആനയുടെ മുമ്പിൽ നമ്മൾ ആരാണ്? ആന ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളെ തൊട്ടാൽ മതി, നമ്മൾ തെറിച്ചു പോകും. പക്ഷേ ആ ആനയുടെ മുകളിൽ നമുക്ക് കയറാനും പറ്റത്തില്ല അത്ര എളുപ്പത്തിൽ. പക്ഷെ അതേ ആന മുട്ടുകുത്തി നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എന്താണ്, നമുക്ക് ആ ആനയുടെ നെറ്റിയിൽ തൊടാൻ പറ്റും. അതേപോലെ ഒരു സീമയില്ലാത്ത അസീമിതമായിട്ടുള്ള അനന്തശക്തിയുള്ള ഭഗവാൻ നമ്മുടെ മുന്നിൽ വിഗ്രഹരൂപത്തിൽ ഇരിക്കുകയാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ആ വിഗ്രഹരൂപത്തിൽ ഇരിക്കുന്ന ആള് ആന എങ്ങനെയാണോ മുട്ടുകുത്തി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ശക്തികളൊക്കെ ഒതുക്കി പിടിച്ച് നമ്മുടെ സേവനം സ്വീകരിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഭഗവാൻ വിഗ്രഹരൂപത്തിൽ നിൽക്കുന്നത് ഭഗവാന്റെ അനന്ത ശക്തികൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ കാരുണ്യം കാട്ടാൻ വേണ്ടിയാണ്. ഇപ്പം ഭഗവാൻ അവതാരമെടുത്ത് വരുമ്പോൾ ഓരോ അവതാരത്തിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അസുരനെ കൊല്ലാനോ, നമ്മൾ കേട്ടിട്ടുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാത്തായ. ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയും സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയും ദുഷ്ടരായിട്ടുള്ള ആൾക്കാരെ നശിപ്പിക്കാനും വേണ്ടിയും ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയും ഇതിനു വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. പക്ഷെ വിഗ്രഹരൂപത്തിൽ ഭഗവാൻ എന്തിനാണ് വന്നത്? ദുഷ്ടന്മാരെ സംഹരിക്കാൻ വേണ്ടിയല്ല, ഭക്തരുടെ സേവനത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ്, കാരുണ്യം കാട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ നോക്കും, പല ആൾക്കാരും യുക്തിവാദികളും പറയും, ഭഗവാന്റെ വിഗ്രഹത്തിൽ അമ്പലത്തിൽ നിന്ന് മോഷണം പോകുന്നില്ലേ, ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നില്ലേ ആൾക്കാർ, എന്തുകൊണ്ട് ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല? അതിനുവേണ്ടി അല്ലല്ലോ ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വന്നിരിക്കുന്നത്. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വന്നിരിക്കുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ സേവനം സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഒരു അനന്തമായിട്ട് ശക്തിയുള്ള ഭഗവാൻ, അതായത് ഒരു ആന നമ്മളെക്കാട്ടി എത്രയോ ശക്തിശാലിയാണ്. ആ ആന നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആ ആനയുടെ ശിരസിൽ തൊടാനുള്ള ഒരു അവസരം നമുക്ക് തരുവാണ്, അല്ലെങ്കിൽ ആനയുടെ പുറത്ത് കയറാനുള്ള ഒരു അവസരം നമുക്ക് തരുവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആനയെക്കാട്ടിയും ശക്തിശാലിയായെന്നാണോ? അല്ല. ഇത് ആന അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് കയറാൻ പറ്റും, ആന അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് തൊടാൻ പറ്റും. അതേപോലെ ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വരുന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. അന്നേരം ഭഗവാനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് യശോദ
അമ്മ എങ്ങനെയാണോ കൃഷ്ണനെ നോക്കിയത്, യശോദ അമ്മ വേണമെങ്കിൽ വിചാരിക്കാം, ഇത് ഭഗവാനല്ലേ, സാക്ഷാത് ഭഗവാനല്ലേ, ഭഗവാൻ എൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം ആഹാരവും എല്ലാ സൃഷ്ടി എല്ലാം നടക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ്, ഞാൻ എന്തിന് അദ്ദേഹത്തിന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം, ഞാൻ എന്തിന് അദ്ദേഹത്തിന് വസ്ത്രം ഇട്ട് കൊടുക്കണം, ഞാൻ എന്തിന് അദ്ദേഹത്തെ കുളിപ്പിക്കണം, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എനിക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരെയും നിയന്ത്രിക്കുന്ന അദ്ദേഹമല്ലേ, കാലൻ തന്നെ ഭഗവാനാണ്, കാലരൂപനാണ്, കാലോസ്മി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ഭഗവാൻ ബാലഗോപാലനായിട്ട് യശോദാമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഒരു അമ്മയുടെ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഭഗവാന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയല്ല ബാലഗോപാല രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നത്. അതേപോലെ ഭഗവാനെ ഏത് രസത്തിൽ, നമ്മൾ പറയാറില്ലേ, എന്താണ് നീ ഇത് ഇങ്ങനെ ചെയ്ത്, അതൊരു രസത്തിന് വേണ്ടി. നമ്മൾ എല്ലാവരും ഓരോ കാര്യം ചെയ്യുന്ന ഓരോ രസത്തിന് വേണ്ടിയാണ്. ഈ രസം എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ്. പക്ഷെ ഏത് വിഷയത്തിൽ നിന്നാണ് നമ്മൾ രസം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് അത് ഭൗതികമോ ആത്മീയമായിട്ടോ മാറും. അന്നേരം ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ സമ്പർക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു രസം അത് ആത്മീയമാണ്. അന്നേരം ഭഗവാനുമായിട്ട് ഏത് ഒരു ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് ഭഗവാൻ നമ്മളുമായിട്ടുള്ള ഒരു, ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസിപ്രോക്കേഷൻ വരും. ഇതിനെ 5 തരം രസങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി മുന്നോട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കും. വൃന്ദാവനവാസികളെ നോക്കിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ എല്ലാ ഭക്തരെയും നോക്കിക്കഴിഞ്ഞാൽ ഈ പല പല രസങ്ങളിലാണ്. ശാന്തരസത്തിൽ ഭഗവാനുമായിട്ട് വർത്തിക്കാം. ശാന്തരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ വൈഭവമൊക്കെ കണ്ടിട്ട്, ഭഗവാന്റെ ആ ഒരു അസീമിതമായിട്ടുള്ള ശക്തി, ആ പ്രൗഢിയൊക്കെ കണ്ടിട്ട് ആദരവ് സമ്മാനത്തോടു കൂടി പ്രഹ്ലാദനെ പോലെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ജീവിക്കാം. അത് ശാന്തരസം എന്ന് പറയും. ഭഗവാന്റെ ആ ഒരു വൈഭവമൊക്കെ ആനന്ദിച്ച് ആ ഒരു ആനന്ദ സ്മരണയിൽ കഴിയുക എന്നതാണ് ശാന്തരസം. ഇതിൽ നിന്നും ഭഗവാനുമായിട്ട് അടുപ്പം കൂടും ദാസ്യരസത്തിൽ. ഭഗവാന്റെ ഒരു ദാസനായിട്ട് വർത്തിക്കുക, ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമി. എപ്പോഴും ദാസൻ എന്നുള്ളൊരു ബോധത്തോടു കൂടി ഭഗവാന്റെ ദാസനായിട്ട് ജീവിക്കാൻ ആനന്ദം കണ്ടെത്തുന്ന ഒരു അനുഭൂതി, അതാണ് ദാസ്യരസം. ഇതിൽ നിന്നും കൂടുതൽ അടുപ്പമാണ് സാഖ്യരസത്തിൽ. ഭഗവാന്റെ ഒരു സുഹൃത്തായിട്ട്, വൃന്ദാവനത്തിലെ കൂട്ടുകാർ ഭഗവാന്റെ അർജുൻ, ഇനി ഉദ്ധവർ, ഇതെല്ലാം സൗഹൃദ ബന്ധമാണ് ഭഗവാനുമായിട്ട്. അന്നേരം ദാസ്യരസത്തെക്കാട്ടിയും കൂടുതൽ മാധുര്യം അവിടെ കൂടും. വാത്സല്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഖ്യരസത്തെക്കാട്ടിയും കൂടുതൽ മാധുര്യമാണ്. അതായത് എൻ്റെ മകനാണ് കൃഷ്ണൻ എന്നുള്ളൊരു ഭാവം. ആ ഒരു ഭാവത്തിൽ ആണ് യശോദാമ്മയും നന്ദഗോപരും വസുദേവരും ദേവകിയൊക്കെ. അവിടെ മാധുര്യം കൂടും. അവർ ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല, ഭഗവാനെ സംരക്ഷിക്കാനുള്ള ഉത്കണ്ഠയും സ്നേഹവുമാണ് അവിടെ കൂടുതൽ വരുന്നത്. ഇതിനെക്കാട്ടിയും മാധുര്യം കൂടും മാധുര്യരസത്തിൽ. പേരേ മാധുര്യരസം എന്നാണ്. ആ മാധുര്യരസത്തിൽ എന്താണ്? ഭഗവാനെ സ്വന്തം കാമുകനായിട്ട് കാണുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും, ഈ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഒരു ബന്ധമായിട്ട് അതിനെ സ്ഥാപിക്കാൻ പറ്റത്തില്ല, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആധ്യാത്മിക ലോകത്തിൽ ഏറ്റവും ഉയർന്നതായിട്ട് കാണുന്നത് എന്താണോ അത് ഇവിടെ വരുമ്പോൾ നേരെ തുച്ഛമായിട്ട് മാറും. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഊർദ്ധമൂല മതശാഖം. അവിടെ എന്താണോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കാണുന്നത് അത് ഇവിടെ ഏറ്റവും തുച്ഛമായിട്ടാണ്. അന്നേരം പൊതുവെ കാമുക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു ബന്ധമൊക്കെ പൊതുവെ സമൂഹത്തിൽ അത്ര നല്ല പരിപാടിയല്ല. പക്ഷെ ആധ്യാത്മിക ജഗത്തിൽ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ വെണ്ണ മോഷ്ടിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ മോഷ്ടിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ തന്നെയല്ലേ വെണ്ണ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പശുക്കളും എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിൻ്റെയാണ്. പക്ഷെ ആ മോഷ്ടിക്കുന്നതിൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു എൻതൂസിയാസം, ആ ഒരു ആനന്ദം ഭഗവാൻ ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഒരു 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 നല്ലൊരു സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാമുക ബന്ധത്തിൽ എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഭഗവാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ ഇങ്ങനെ ഒളിച്ചു കാണേണ്ട ആവശ്യമൊന്നുമില്ല ഗോപികമാരെ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ തന്നെയല്ലേ.
എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലേ, എന്താ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തിലുള്ളതല്ലേ. പക്ഷെ എന്നാലും ആ കാമുക ബന്ധത്തിൽ ഭഗവാൻ ഒരു ആനന്ദം കണ്ടെത്തുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ ആനന്ദം ആഗ്രഹിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ ആത്മാരാമനാണ്. എല്ലാവിധ ആനന്ദത്തിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പുറത്തു നിന്ന് അദ്ദേഹത്തിന് ആനന്ദത്തിനായിട്ട് ഒന്നും വേണ്ട. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരിക്കൽ ഗോപികമാര് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് വന്നു. അപ്പുറത്ത് നോക്കിയപ്പോൾ യമുനാ നദിക്ക് അപ്പുറത്തായിട്ട് ദുർവാസാ മുനി ഇരിക്കുമായിരുന്നു. ഗോപികമാരെല്ലാവിധ വിഭവസമ്പന്നമായിട്ടുള്ള സദ്യയുമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇതെല്ലാം നമുക്ക് ദുർവാസാവ് മുനിക്ക് കൊടുക്കണമെന്നുണ്ട്. യമുനാ നദി അങ്ങ് തുളുമ്പി ഒഴുകുകയാണ്, വള്ളവുമില്ല, എങ്ങനെ അപ്പുറത്തോട്ട് പോകാനാണ്? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ യമുനാ നദിയത്ത് പറയൂ, കൃഷ്ണൻ ഒരു ബ്രഹ്മചാരിയാണ് എന്നത് സത്യമാണെങ്കിൽ വഴി കാട്ടട്ടെ എന്ന് പറഞ്ഞു. ഗോപികമാർ ചിരിക്കാൻ തുടങ്ങി. കൃഷ്ണനും ബ്രഹ്മചാരിയോ? അന്നേരം ഭഗവാൻ പറഞ്ഞു നോക്കൂ. അങ്ങനെ ഗോപികമാർ ചെന്ന് പറഞ്ഞു, കൃഷ്ണൻ ബ്രഹ്മചാരിയാണ് എന്നത് സത്യമാണെങ്കിൽ വഴി കാട്ടാൻ പറഞ്ഞു. യമുനാ നദി ഒറ്റ നിമിഷം, യമുനാ ദേവിക്ക് സംശയമൊന്നുമില്ല, ഉടൻ തന്നെ വഴി കൊടുത്തു. ഗോപികമാരെല്ലാം അപ്പുറത്ത് പോയി അത്ഭുതത്തോടു കൂടി. അവർ ചിന്തിച്ചു, ഇതെങ്ങനെയാണ്? അപ്പുറത്ത് എന്ന് ദുർവാസാ മുനിക്ക് എല്ലാവിധ സദ്യ എല്ലാം കൊടുത്തു. അതിനുശേഷം തിരിച്ചു പോകുമ്പോഴത്തേക്ക് യമുനാ നദി വീണ്ടും ക്രോസായി കണക്റ്റ് ആയിരിക്കുകയാണ്, വഴിയില്ല. അന്നേരം ദുർവാസാ മുനിയെടുത്ത് ചോദിച്ചു, ഇത് വഴിയൊന്ന് കാട്ടാൻ അനുഗ്രഹിക്കണം. അന്നേരത്തേക്ക് ദുർവാസാ മുനി പറഞ്ഞു, യമുനാ നദിയെടുത്ത് പറയൂ, രാവിലെ മുതൽ ഇതുവരെ ദുർവാസാ മുനി ഒന്നും കഴിച്ചിട്ടില്ല എന്നത് സത്യമാണെങ്കിൽ വഴി കാട്ടാൻ പറയും. ഇത് വലിയ അത്ഭുതമായി. പക്ഷെ ചിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവിധ സദ്യയും ദുർവാസാ മുനി കഴിച്ചു. ഒരാളല്ല, ഗോപികമാര് കൊണ്ടുവന്ന എല്ലാ ആഹാരം കഴിച്ചു. സാധാരണ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത എല്ലാം കഴിച്ചു. എന്നിട്ടാണ് ദുർവാസാ മുനി പറയുന്നത്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതുവരെയും ഞാൻ ഒന്നും കഴിച്ചില്ല എന്നത് സത്യമാണെങ്കിൽ വഴി കാട്ടാൻ പറഞ്ഞു. അന്നേരം ഉടനെ ഗോപികമാർ അത് പറഞ്ഞു നോക്കി, ഉടൻ തന്നെ വഴി കാട്ടി. അന്നേരം എല്ലാ കൺഫ്യൂഷൻ്റെയും സൊല്യൂഷൻ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. അന്നേരം ഭഗവാന്റെ അടുത്ത് തന്നെ ചോദിക്കാൻ പറഞ്ഞു. ഭഗവാനെ ഒന്നും മനസ്സിലായില്ല. അന്നേരം പറയുകയാണ്, ദുർവാസാ മുനി വലിയൊരു യോഗിയാണ്. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ രുചിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല അദ്ദേഹം ആഹാരം കഴിക്കുന്നത്. വയറ്റിലെ വിശപ്പ് അടക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ആഹാരം കഴിക്കുന്നത്. ശരീരബോധം തീരെ ഇല്ല അദ്ദേഹത്തിന്. ആത്മീയ ബോധത്തിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ലഭിച്ചാൽ അത് അദ്ദേഹം ഒരു യജ്ഞം എന്നുള്ള രീതിയിൽ ശരീരത്തിന് കൊടുക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ സ്നേഹത്തോടെ ഇത് കൊണ്ടുവന്നപ്പോൾ ആ സ്നേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം. പക്ഷെ ഞാൻ കഴിക്കുന്നു, ഇതെൻ്റെ ശരീരം, ഞാനാണെന്നുള്ളൊരു ബോധത്തോടു കൂടിയല്ല അദ്ദേഹം കഴിച്ചത്. അദ്ദേഹം മുക്താവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇനി ഞാനും എപ്പോഴും മുക്താവസ്ഥയിലാണ്. അതിൻ്റെ അർത്ഥം ഭഗവാന് ശരീരം ഉണ്ടെന്നാണോ? അല്ല, ഭഗവാൻ പരമാത്മാവാണ്, ഭഗവാനാണ്. അന്നേരം ഭക്തരെങ്ങനെ ഇരിക്കും? അവരും ശരീരബോധവുമില്ല. ഭഗവാന്റെ ശരീരവും ആത്മീയമാണ്. ഭൗതിക ലോകത്തിലിരിക്കുമ്പോൾ നമുക്ക് ശരീരമുണ്ടെങ്കിലും, ഭക്തർക്കൊക്കെ ശരീരമുണ്ടെങ്കിലും, ആ ബോധമാണ് ശരീരമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ശരീരത്തിനകത്തിരിക്കൂ, പക്ഷെ ശരീരബോധത്തോടു കൂടി ഇരിക്കരുത്. ആത്മീയ ബോധത്തിലിരിക്കൂ. അതിനാണ് എപ്പോഴും താമരയുടെ ഉദാഹരണം നമുക്ക് ലഭിക്കുന്നത്. വെള്ളത്തിലാണെങ്കിലും തൊടാതെ നിൽക്കൂ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ 5ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയ അവസ്ഥയൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. ഏതൽ എന്ന് പറഞ്ഞാൽ ഈ രൂപം. നാനാ ബഹുവിധങ്ങളായ അവതാരങ്ങളിൽ നിധാനം, ഉറവിടം, ബീജം, എല്ലാ അവതാരങ്ങളുടെയും ബീജം, അവ്യയം, ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത്, യസ്യ, ആരുടെ അംശേന, അതായത് ഈ പ്രപഞ്ചത്തെ ഭഗവാൻ എങ്ങനെയാണ് പരിപാലനം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൃജന്തേ, സൃഷ്ടിക്കുക, എങ്ങനെ സൃഷ്ടി നടക്കുന്നു? ദേവന്മാർ, തിര്യക്, മൃഗങ്ങൾ, നര ആദയഃ, നരന്മാരും മറ്റുള്ളവരും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ഏതത് നാനാ അവതാരാനാം നിദാനം ബീജം അവ്യയം യസ്യാംശാംശേന സൃജന്തേ ദേവതിര്യങ് നരാദയ. ഇത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന, എന്നെക്കുറിച്ച് എന്ത് പറയാനാണ്? എൻ്റെ വിഭൂതികളെക്കുറിച്ച് എന്ത് പറയാനാണ്? ഈ പ്രപഞ്ചത്തിൽ നീ കാണുന്നതെല്ലാം, ഇതെല്ലാം എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഞാൻ ഇതിനെ ചലിപ്പിക്കുന്നത് പറഞ്ഞു.
പിന്നെ എന്നിട്ടും നിനക്ക് ഓരോ വിഭൂതികളെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് അറിയണമെങ്കിൽ ഇന്ന് ലിസ്റ്റ് പിടിച്ചോ. പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ തീരും. മഹാഭാരതം ഇവിടെ ഒന്നും തീരത്തില്ല. അതുകൊണ്ട് വിശേഷപ്പെട്ട വിഭൂതികളെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത്. ഭഗവാനെക്കുറിച്ച് അനന്തൻ, 1000 നാവുള്ള അനന്തൻ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പറഞ്ഞു തീർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ. ഭഗവാന്റെ ഓരോ അവതാര ലീലകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയാണ് ഭഗവാൻ നിർത്തുന്നുണ്ടോ? യഥാ യഥാ ഹി ധർമ്മസ്യ, ഭൗതിക ലോകത്തിൽ ഓരോരോ ബ്രഹ്മാണ്ടങ്ങളിലും ഭഗവാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ അവതരിച്ചു, ഇപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ കംസനെ വധിച്ചു. എല്ലാ ലീലകളും നിത്യലീലകളാണ്. അത് എപ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് സൂര്യൻ ഉദിക്കുന്നത് നമ്മുടെ വേൾഡിലെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടുള്ള രാജ്യം ചിലപ്പം ജപ്പാൻ ആയിരിക്കാം. അവിടെ നിന്നായിരിക്കും ആദ്യം സൂര്യൻ ഉദിച്ചു വരുന്നത്. ഓരോ നിമിഷവും സൂര്യൻ ഓരോ രാജ്യത്തിലും ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ 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 ഓരോ രാജ്യത്തും സൂര്യോദയത്തിന്റെ സമയം വ്യത്യസ്തമാണ്, സൂര്യാസ്തമയത്തിന്റെ സമയം വ്യത്യസ്തമാണ്. അതേപോലെ ഓരോ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിലും ഭഗവാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു, അവിടുന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഭഗവാന്റെ ശക്തി അത്രയ്ക്കാണ്. ഇതൊന്നും അറിയാതെ മനുഷ്യർ ഞാൻ ഈശ്വരനാണെന്ന് പറയുമ്പോൾ ചിരിക്കുകയല്ലാതെ അവരോട് സഹതപിക്കുകയല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ വൈഭവം, ഭഗവാന്റെ ശക്തി വിശേഷങ്ങൾ, ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വല്ല അറിവുണ്ടോ? ഇതെല്ലാം ഭഗവാൻ ചെയ്യുമ്പോഴും ഭഗവാന്റെ വൈകുണ്ഠത്തിൽ, ഗോലോക വൃന്ദാവനത്തിൽ എപ്പോഴും ഇരിപ്പുണ്ട്. അവിടെ എപ്പോഴും ഭഗവാൻ ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്, ഗോപികമാരുമായിട്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വെണ്ണം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പശുക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഭഗവാന്റെ അംശത്തിന്റെ അംശം കൊണ്ട് ഈ പ്രപഞ്ചങ്ങളെ എല്ലാം ചലിപ്പിക്കാനും പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കണം, ആരാണ് നമ്മുടെ ഭഗവാൻ? ഇതല്ലേ ഭഗവാൻ? എന്നിട്ട് പലപ്പോഴും നമ്മൾ പറയും ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ്. ശില പ്രഭുപാദജി പറയുകയാണ്. പക്ഷെ ഹൗ ഗ്രേറ്റ് ഹി ഈസ് വി ഷുഡ് നോ. നമ്മൾ പലപ്പോഴും പറയും ഒരു ഇല പോലും ചലിക്കത്തില്ല ഭഗവാൻ അറിയാതെ. പക്ഷെ അത് എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, ടെക്നിക്കാലിറ്റീസ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം വാചകങ്ങളായിട്ട് നമ്മൾ കേൾക്കും, മറക്കും, വിശ്വാസം വരത്തില്ല. ഭഗവാന്റെ തത്വം നല്ലതുപോലെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ജപവും കറക്റ്റ് ആവത്തില്ല. നല്ലതുപോലെ ഭഗവാന്റെ തിരുനാമം ജപിക്കണമെങ്കിൽ വിശ്വാസത്തോടു കൂടി നമ്മൾ ജപിക്കണം. ഭഗവാന്റെ നാമം ജപിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്ന 10 അപരാധങ്ങളുണ്ട്. അതിൽ ഒരു തടസ്സം എന്ന് പറയുന്നത് വൈഷ്ണവ അപരാധമാണ്. ഭക്തന്മാരെ നിന്ദിക്കുക, ഭൗതിക ആഗ്രഹങ്ങൾ വെച്ച് ജപിക്കുക, ഇങ്ങനെ കുറെ അപരാധങ്ങളുണ്ട് അതിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ യഥാർത്ഥ പൊസിഷൻ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ നാമത്തെയും വിഷ്ണുവിന്റെ നാമത്തെയും തുല്യമായി, ഭഗവാൻ വിഷ്ണുവിന്റെയും മറ്റ് ദേവി ദേവന്മാരുടെ നാമവും തുല്യമായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ പല അപരാധങ്ങളുണ്ട്. ശ്രദ്ധയില്ലാതെ ജപിക്കുക, ഇതൊരു കർമ്മകാണ്ഡ പ്രോസസ്സായിട്ട് കാണുന്നത്. മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ജപിക്കുക, ഇതെല്ലാം അപരാധങ്ങളാണ്. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള പല വ്യക്തികളും ചിലപ്പോൾ നാമമൊക്കെ ജപിക്കുന്നുണ്ട്. പക്ഷെ മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? തത്വം ക്ലിയർ അല്ല. തത്വപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ്, ഈ സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നത്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. പക്ഷെ ഭഗവത്ഗീത മനസ്സിലാവുമോ? ശങ്കരാചാര്യർ തന്നെ പറയുന്നു, വേദാന്ത സമസ്ത സാര സർവസ്വം. വേദാന്തത്തിന്റെ മുഴുവൻ സാരാംശം ഇങ്ങനെ പശുവിന്റെ പാൽ എങ്ങനെയാണോ കറന്നെടുക്കുന്ന അതേമാതിരി ഭഗവാൻ കറന്നെടുത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി. പക്ഷെ മനസ്സിലാവോ? ദുർവിജ്ഞാർത്ഥം മനസ്സിലാവത്തില്ല. പല കാരണങ്ങളുണ്ട്. കാരണം എന്താണ്? ഈ മഹാഭാരതം വരുന്നതേ ആരാണ് എഴുതിയത്? ഗണപതിയാണ് എഴുതിയിരിക്കുന്നത്. സാക്ഷാൽ ഗണേശദേവനാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഗണപതി എഴുതിയപ്പോൾ എന്താ പ്രശ്നമായത്? വ്യാസദേവൻ പറഞ്ഞു, ഞാൻ നല്ലപോലെ എനിക്ക് ഒരുപാട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം ഞാൻ ഇനി എഴുതുമെന്ന് തന്നെ സംശയമാണ്. അന്നേരം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, 4-5 ജനറേഷന്റെ. അന്നേരം ചിന്തിച്ച് അതിനനുസരിച്ച് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ബ്രഹ്മദേവനോട് ചോദിച്ചു, മഹാദേവനോട് ചോദിക്കാൻ പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു ഗണപതിയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ദേവനെ തന്നെ വിളിച്ചു. അന്നേരം ഗണേശദേവൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു? എനിക്ക് സമയമില്ല,
പക്ഷെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടേയിരിക്കണം, നിർത്തരുതെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് വ്യാസദേവൻ പറഞ്ഞ് ആലോചിക്കാൻ സമയം വേണ്ടേ? ശരി, അന്നേരം തിരിച്ച് അങ്ങോട്ടും ഒരു ഇതിട്ടു. എന്താണ്? ഞാൻ പറയുന്ന ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ പറഞ്ഞു. അന്നേരം ഗണപതി പറഞ്ഞു ശരി, പിന്നെന്താ? അന്നേരം വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ തന്നെ അവതാരമാണ്. അന്നേരം ആലോചിക്കാൻ കൂടുതൽ സമയം ആവശ്യമുള്ളപ്പോൾ ഒരു ഗൂഢശ്ലോകം ഇട്ട് കൊടുക്കും. ഗണപതിക്ക് പോലും പെട്ടെന്ന് പറ്റാത്ത ആ രീതിയിലുള്ള ശ്ലോകം. അന്നേരം അതിങ്ങനെ ഗണപതി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ശ്ലോകം വ്യാസദേവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്ക്, സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് മാത്രം നമുക്ക് മഹാഭാരതവും ഭഗവത്ഗീതയും മനസ്സിലാവത്തില്ല. ഭക്തിയാമാവിജാനാതി, ഭാഗവതം പഠിച്ചെങ്കിൽ മാത്രമേ ഭഗവത്ഗീത നല്ലതുപോലെ മനസ്സിലാവൂ. ഭാഗവതം നല്ലതുപോലെ പഠിക്കാതെ തത്വം ഹൃദയത്തിൽ വരത്തില്ല, ഉറയ്ക്കത്തില്ല. ആ ഒരു തത്വം, ആ ഒരു സാക്ഷാത്കാരം നമുക്ക് ഇല്ല എങ്കിൽ നാമവും കറക്റ്റ് ആവത്തില്ല. എങ്ങനെ നാമം ജപിക്കണം അതേപോലെ നമ്മൾ നാമം ജപിച്ചെങ്കിലേ നാമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണ് വായിക്കുന്നത്, നമ്മുടെ ശ്രീല പ്രഭുപാദജി പറയുന്നത് നമുക്ക് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും നിദാനവും ഉദ്ഭവ കേന്ദ്രവും ഈ രൂപമാകുന്നു. ഏത് രൂപം? ഗർഭോദകശായി വിഷ്ണു. ഈ രൂപത്തിന്റെ പൂർണ്ണാംശങ്ങളിൽ നിന്നും പൂർണ്ണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, എല്ലാവിധ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനം ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണെന്ന് പറയുന്നത്. ഈ ഗർഭോദകശായ വിഷ്ണു എവിടെ നിന്നാണ് വരുന്നത്? കാരണോദകശായ വിഷ്ണുവിൽ നിന്ന്. ഈ കാരണോദകശായ വിഷ്ണു എവിടെ നിന്നാണ് വരുന്നത്? നാരായണനിൽ നിന്നും. ഈ നാരായണൻ എവിടെ നിന്ന് വരുന്നു? പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണിലെ സംഘർഷണിൽ നിന്നും. ആ സംഘർഷണം, ഈ ചതുഷ്വ്യൂഹങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഇതിന് മുമ്പായിട്ടുള്ള ചതുഷ്വ്യൂഹങ്ങൾ പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ. ഈ ചതുഷ്വ്യൂഹങ്ങൾ എവിടെ നിന്ന് വരുന്നു? ബലരാമനിൽ നിന്ന് വരുന്നു. ഈ ബലരാമനിൽ ആരിൽ നിന്ന് വരുന്നു? കൃഷ്ണനിൽ നിന്ന് വരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാനിൽ നിന്ന് എത്ര അംശത്തിന്റെ വിസ്തരണത്തിന്റെ അംശമാണ് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്. അന്നേരം ഭഗവാന്റെ പവർ എന്താണെന്ന് നോക്കണം. ഇനി ഭഗവാനിൽ നിന്ന് ഇത്രയും രൂപങ്ങളും വിസ്തരണങ്ങളും വന്നാലും ഭഗവാനിൽ നിന്ന് എന്തോ ശക്തി കുറഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ വന്നാലും പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഭഗവാൻ വരുമ്പോൾ അതേ ഭഗവാൻ എല്ലാത്തിൻ്റെയും ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി, ആ ആദിപുരുഷൻ താഴെ ഇറങ്ങി വരുമ്പോഴും അദ്ദേഹം താഴെ ഇറങ്ങി വരുന്നത് ബ്രഹ്മാവിൻ്റെ ദിവസത്തിൽ ഒരിക്കലാണ്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എത്രയാണെന്നറിയാമോ? കലിയുഗം. ഇപ്പം കലിയുഗം 4,32,000 വർഷമാണ് കലിയുഗം. ഇതിൻ്റെ ഡബിൾ ആണ് 8,64,000 വർഷം അപ്രോക്സിമേറ്റ്ലി ദ്വാപരയുഗം. ഇതിൻ്റെ 3 ടൈംസ് ആണ് ത്രേതായുഗം. ഇതിൻ്റെ 4 ടൈംസ് ആണ് സത്യയുഗം. ഇത് 4 കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര വർഷം വരുന്നോ അതിനെ 1000 പ്രാവശ്യം ഗുണിക്കണം. ഇതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. ഇങ്ങനെ രാത്രി ബ്രഹ്മദേവന്റെ 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മദേവന്റെ ദിവസം, 1000 ചതുർയുഗം ബ്രഹ്മദേവന്റെ രാത്രി. ഇങ്ങനെ 30 ദിവസം 12 മാസമാകുമ്പോൾ 1 വർഷമായി. അങ്ങനെ 100 വർഷമാണ് ബ്രഹ്മദേവൻ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ ഇടയിൽ എത്രയെത്രയോ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു, എത്രയെത്രയോ സൃഷ്ടികൾ വീണ്ടും വീണ്ടും നടക്കുന്നു. ബ്രഹ്മദേവന്റെ ഓരോ രാത്രിയിൽ വീണ്ടും സംഹാരം നടക്കുന്നു. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? ഭഗവാനാണ്. പരിപാലനം ചെയ്യുന്നത് ഭഗവാനാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ആ ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കലാണ് ഭഗവാൻ. അതിന് ബാക്കിയുള്ള എല്ലാ അവതാരങ്ങളും ആരാണ്? ഭഗവാന്റെ അംശാവതാരങ്ങളും ഭഗവാന്റെ വിസ്തരണങ്ങളുമാണ്. പക്ഷെ ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ കഴിഞ്ഞ 5000 വർഷങ്ങൾക്ക് മുമ്പേ വന്നിരുന്നു. എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ഭഗവാൻ വരുന്നത് ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു ഭഗവാന്റെ സ്ഥാനം എന്താണെന്ന്. എന്നിട്ട് ഇവിടെ പറയുന്നത് പുരുഷാവതാരം മഹത്തത്വത്തിൽ നിന്നും അസംഖ്യം പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ശേഷം
അവ ഓരോന്നിലും ഗർഭോദകശായ വിഷ്ണുവായി രണ്ടാം പുരുഷ അവതാരമായി പ്രവേശിച്ചു. അതായത് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ കാരണോദകശായ വിഷ്ണുവിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ ബഹിരംഗ ശക്തിയിൽ നിന്നും എന്താണ് മഹത്തത്വം വരുന്നു. അത് 24 മൂലങ്ങളായിട്ട് മുന്നോട്ട് നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പോൾ പറയുന്നത് 16 മൂലങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 പഞ്ചഭൂതം, ഇതിനെക്കുറിച്ചാണ്. ഇനി ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് മുന്നോട്ട് പറയും. ഇതുകൂടാതെ മനസ്സ്. ഇതിൽ നിന്നാണ് പിന്നെ ഭഗവാന്റെ ആ ഒരു നോട്ടം, ഭഗവാൻ അതിൽ ദൃഷ്ടി വെക്കുമ്പോഴാണ് ഇത് ചലിക്കാൻ തുടങ്ങുന്നത്, അതിന് ജീവൻ വെച്ചു തുടങ്ങുന്നത്. ആ നോട്ടത്തിലാണ് നമ്മൾ ജീവാത്മാക്കളെല്ലാം ഈ പ്രകൃതിയിലേക്ക് കയറുന്നത്. എങ്ങനെയാണോ ഒരു അച്ഛൻ അമ്മയ്ക്ക് ബീജം കൊടുക്കുന്നത് അമ്മയുടെ ഗർഭത്തിലേക്ക്, അതേപോലെ പ്രകൃതി നമ്മളെ ഗർഭം ധരിക്കുന്നത് പോലെ, അമ്മ എങ്ങനെയാണോ ഗർഭം ധരിക്കുന്നത് അതേപോലെ ഗർഭത്തിൽ നമ്മളെ സ്വീകരിക്കുകയാണ്. ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ഓരോ രോമകൂപ്പത്തിൽ നിന്ന് ഇത് ബ്രഹ്മാണ്ടമായിട്ട് ഭഗവാന്റെ രോമകൂപ്പത്തിൽ നിന്ന് പുറത്തു വരുന്നു. അതേ ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ കാരണോദകശായ വിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായ വിഷ്ണു വരുന്നു. ആ ബ്രഹ്മാണ്ടത്തിൽ പകുതി ജലം കൊണ്ട് നിറച്ചതിന് ശേഷം ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് പത്മം വരുന്നത്. ആ താമരത്തണ്ടിനകത്താണ് ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിന്റെയും ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത്. 14 സ്ട്രക്ചേഴ്സും എല്ലാം വളരെ വ്യക്തമാണ്. ഇത് 5ാമത്തെ സ്കന്ധം നമ്മൾ പഠിക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ജംബൂദ്വീപം എവിടെ ഇരിക്കുന്നു, ഭാരതവർഷം എവിടെയാണ്, ഭാരതഖണ്ഡം എവിടെയാണ്, മറ്റ് ഇളാവർത്ത വർഷം, കേതുമാദന വർഷം, കിംപുരുഷ വർഷം, ഇതൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റില്ല? യോഗ്യതയില്ല, കർമ്മമില്ല, അത്രയേ ഉള്ളൂ. ഇപ്പൊ അമേരിക്കയിൽ നമുക്ക് പോകണമെങ്കിൽ വിസ വേണ്ടേ, ഫെസിലിറ്റീസ് വേണ്ടേ, അതിൻ്റെതായിട്ടുള്ള ടോഫൽ IELTS എക്സാംസ് ഒക്കെ നമ്മൾ എഴുതണ്ടേ. ഇത് പ്രിപ്പയർഡ് ആവാതെ, അതിനനുസരിച്ചുള്ള വിസ റെഡി ആവാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ആക്സസ് വേണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. ഇപ്പോഴും വ്യാസദേവനുണ്ട് ഉത്തർബദ്രിയിൽ. ഇത് മധ്വാചാര്യർ നേരിട്ട് പോയി കണ്ട കാര്യമാണ്. അദ്ദേഹം വേദാന്ത സൂത്രത്തിന് എഴുതിയ കമന്ററി വ്യാസദേവൻ അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ഇത് ഇപ്പോഴത്തെ ബദ്രിനാഥ് ക്ഷേത്രവും കഴിഞ്ഞു പോകണം. ഉത്തർബദ്രി, അതായത് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന ലോകവും ഉപരിലോകങ്ങളുമായിട്ട് ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന് യോഗ്യരായിട്ടുള്ളവർ അത് കണ്ട് പിടിച്ചാലേ പറ്റൂ. അതിനുള്ള യോഗ്യത വേണം. പാണ്ഡവർ അതിൽ ആ വഴിയാണ് യക്ഷന്മാരുമായിട്ടുള്ള ഫൈറ്റിനും ഈ എന്താ പറയുന്നത് കുബേരന്റെ ഗാർഡനൊക്കെ അറ്റാക്ക് ചെയ്തത്, ആ ഒരു ഭീമൻ പോയി അറ്റാക്ക് ചെയ്തതൊക്കെ അങ്ങനെയാണ്. ആ സമയത്ത് ആ ഒരു വഴി കൂടെയാണ് അവർക്ക് അതെല്ലാം ആക്സസ് കിട്ടി. ഇതെല്ലാം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കാൽപ്പനികമായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ യഥാർത്ഥ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ താമസിക്കുന്നു. അമേരിക്കയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ചിലപ്പോൾ തോന്നും ഇതൊക്കെ കാൽപ്പനിക കഥകളല്ലേന്ന്. പക്ഷെ അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അമേരിക്കയെക്കുറിച്ച് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇല്ല എന്നല്ല. ഈ ലോകത്തിലുള്ള എത്രയോ രാജ്യങ്ങൾ നമ്മൾ പോയിട്ടില്ല. പക്ഷെ ആ രാജ്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ കാൽപ്പനികമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ആധികാരികമായിട്ടുള്ള സോഴ്സുകളാണ് ഭഗവത്ഗീത, ഭാഗവതമൊക്കെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപ്പനികമായിട്ട് എഴുതാൻ ഇവർക്ക് വേറെ ജോലിയില്ലേ? വ്യാസമഹർഷിയൊക്കെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് സാഹിത്യ അവാർഡ് കിട്ടാൻ വേണ്ടിയാണോ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ, സെൽഫി പോലും നമ്മുടെ ഇല്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല അദ്ദേഹത്തിന്, വാട്സപ്പും ഇല്ല. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അവരെല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായിട്ട് അദ്ദേഹം എഴുതിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭഗവത്ഗീത, ഭാഗവതമൊക്കെ നമുക്കിപ്പോഴും പഠിക്കാൻ തോന്നുന്നത്. നിസ്വാർത്ഥമാണത്. ശ്രീല പ്രഭുപാദ്ജിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1977 അദ്ദേഹം പോയി ഈ ലോകം വിട്ട്. ഇന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ഇതേപോലെ തന്നെ നിസ്വാർത്ഥമായിട്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എഴുതിയതാണ് ഇതൊക്കെ. വ്യാസദേവൻ കാരുണ്യത്തോടുകൂടി ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടും ഇതെല്ലാം ലോക്കായി കിടന്നു. ഇപ്പോഴും ലോക്കായി കിടക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഭഗവത്ഗീത, ഭാഗവതം വായിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ശ്രീല പ്രഭുപാദ്ജിയുടെ വിവർത്തനവും ഭാവാർത്ഥവും
ഒരിക്കൽ മാത്രം വായിച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം മനസ്സിലാവും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥവും ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരത്തുമില്ല. സംസ്കൃത പാണ്ഡിത്യം വേണോ? വേണ്ട. ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണോ? അതും വേണ്ട. അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റുന്ന ആർക്കും ഒരിക്കലെങ്കിലും ഇത് മനസ്സിലായി സിമ്പിളായിട്ടിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാവും. അതാണ് ശ്രീല പ്രഭുപാദ്ജിയുടെ ബുക്സിന്റെ പവർ. അതാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ വിജയം. ലോജിക്കലി സ്വീകരിക്കാൻ പറ്റുന്ന ആർക്കും ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ പവർ അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷിലാണ്, പക്ഷേ അത് തർജ്ജിമ ചെയ്ത ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം എന്തുമാത്രം പവർഫുൾ ആയിരിക്കും ഈ ഗ്രന്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തെ മാറ്റിമറിച്ച ഇത്രയും വലിയൊരു ഗ്രന്ഥങ്ങളില്ല. ബ്രിട്ടീഷുകാർ ഈ ലോകത്തെ ഭരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ പാശ്ചാത്യ ദേശ കൾച്ചറൊക്കെ അകത്ത് കയറ്റാൻ വേണ്ടി അവർ എന്തുമാത്രം രക്തമൊഴുക്കി, എത്ര പേരെ അടിച്ചമർത്തി, എത്ര ആയുധങ്ങൾ ഉപയോഗിച്ചു, എന്തുമാത്രം ടോർച്ചർ ചെയ്തു, എന്നിട്ടാണ് നമ്മളെ ഭരിച്ചത് അല്ലേ? എന്നിട്ട് 150 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പോകേണ്ടിയും വന്നു. പക്ഷെ ശ്രീല പ്രഭുപാദ്ജി ഒന്ന് നോക്കിയേ, ആയുധം എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. വെറും 40 രൂപയും കൊണ്ട് പോയി. അദ്ദേഹം എന്താണ് എഴുതിയത്? സത്യം സത്യമായിട്ട് യഥാരൂപത്തിൽ എഴുതി. അത് വായിച്ചുകൊണ്ട് ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ പേര്, റഷ്യ, അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ഗൾഫ് കൺട്രീസ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, അവര് പോലും വായിച്ചതിന് ശേഷം ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി വരുവാണ്. എന്തുകൊണ്ട്? ആത്മീയ കാര്യങ്ങൾ അങ്ങനെയാണ്. അവിടെ രാജ്യം എന്നുള്ളൊരു വ്യത്യാസമില്ല, സംസ്ഥാനം എന്നുള്ളൊരു വ്യത്യാസമില്ല, ഭാഷ എന്നുള്ളൊരു വ്യത്യാസമില്ല, ജാതി എന്നുള്ളൊരു വ്യത്യാസമില്ല, ലിംഗഭേദമില്ല, വയസ്സൊരു വ്യത്യാസമല്ല, വൃദ്ധാവസ്ഥ ഒരു പ്രശ്നമല്ല, യുവത്വം ഇത് അറിയാൻ പറ്റത്തില്ല, യുവാക്കളല്ല ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ്, ആത്മാവിന്റെ ഭാഷയാണ്. ആത്മാവിന് പരമാത്മാവിനോട് തോന്നുന്ന ആ ഒരു വികാരമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ആരായാലും എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും അവർ പ്രഭുപാദ്ജിയുടെ ഒരു ഗ്രന്ഥമെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് തോന്നും. അതാണ് അദ്ദേഹത്തിൻ്റെ പവർ. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഹൃദയം കൊണ്ട് എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നത്. തിന്മ എത്ര ശക്തനാണെങ്കിലും നന്മയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതാണ് പരമമായിട്ടുള്ള സത്യം. അത് തന്നെയാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നും കൂടെ റീക്യാപ്പായിട്ട് പറയുകയാണ്, ഭഗവാനിൽ നിന്ന് എല്ലാവിധ വിസ്തരണങ്ങളും വരുന്നു. സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം കാരണോദകശായ വിഷ്ണുവായിട്ട് ഭഗവാൻ ശയിക്കുന്നു. ഭഗവാനിൽ നിന്ന് വരുന്നു മഹത്തത്വം. ആ മഹത്തത്വത്തിലേക്ക് ഭഗവാൻ നോക്കുമ്പോൾ എല്ലാ ജീവാത്മാക്കളും ആ മഹത്തത്വത്തിലേക്ക് പ്രവേശിക്കുകയും സൃഷ്ടി ചലിക്കാൻ തുടങ്ങി, ത്രിഗുണങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും. ഓരോ രോമകൂപ്പത്തിൽ നിന്ന് ബ്രഹ്മാണ്ടം വരുന്നു. ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവായിട്ട് ശയിക്കുകയും ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആ പത്മം വരികയും ആ പത്മത്തിൽ നിന്നാണ് ബ്രഹ്മദേവൻ വരുന്നതും. ആ താമരത്തണ്ടിലാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത്. ഇനി അടുത്ത ലെവൽ എന്താണ്? ഭഗവാൻ വീണ്ടും പാലാഴിക്കരയിൽ ക്ഷീരസാഗര ശയനായിട്ട് ഭഗവാൻ വീണ്ടും ശയിക്കുകയാണ്. ഈ ക്ഷീരോദകശായ വിഷ്ണുവിൽ നിന്നാണ് എല്ലാ ഭഗവാന്റെ അവതാരങ്ങളും ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചേക്കണം, പ്രവേശിക്കുന്നത്, എൻട്രി ഈ ഒരു ക്ഷീരോദകശായ വിഷ്ണുവിന്റെ വഴിയാണ്. എന്തുകൊണ്ട്? കാരണം ദേവന്മാർക്ക് ആകെയുള്ള ആക്സസ് ഭഗവാനുമായിട്ടുള്ളത് ക്ഷീരോദകശായ വിഷ്ണുവാണ്. അതുകൊണ്ട് എൻട്രി അവിടെ നിന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഏതെങ്കിലും പ്രസിഡന്റ്, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ എവിടെയായിരിക്കും ആദ്യം വരുന്നത്? ഇന്ത്യയുടെ ക്യാപിറ്റൽ എവിടെയാണോ അവിടെയായിരിക്കും വരുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വ്യക്തി എവിടെയാണോ ജീവിക്കുന്നത് അവിടെയായിരിക്കും ആദ്യം വരുന്നത്. അവരുമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വേറൊരു സ്റ്റേറ്റിൽ പോയാലും നമ്മുടെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എവിടെയാണോ നിൽക്കുന്നത്, മോസ്റ്റ്ലി തലസ്ഥാനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലും ആ ചീഫ് മിനിസ്റ്റർ എല്ലാവരും അവിടെ എത്തിയിരിക്കും, ഒത്തുകൂടി നിൽക്കും. അതേപോലെ തന്നെ
അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല, അമേരിക്ക ഇല്ല എന്നാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ അല്ല, എൻട്രി പോയിന്റ് അവിടെ നിന്നാണ്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ അവതാരങ്ങളും എൻട്രി ചെയ്യുന്നത് ക്ഷീരോദകശായ വിഷ്ണു വഴിയാണ്. എന്തുകൊണ്ട്? ക്ഷീരോദകശായ വിഷ്ണുവും ഭഗവാനും ഒന്ന് തന്നെ. ഞാൻ പല പ്രാവശ്യം ഇതിനു മുന്നേ പറഞ്ഞു, കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു. വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസവും ഇല്ല. കൃഷ്ണന്റെ ഒഫീഷ്യൽ മൂഡാണ് വിഷ്ണു എന്ന് പറയുന്നത്. ലോകത്തിന്റെ പരിപാലനത്തിന് വേണ്ടി എടുക്കുന്ന ഭഗവാന്റെ രൂപമാണ് വിഷ്ണു രൂപം. പക്ഷെ വ്യത്യാസം എന്താണ്? ഓഫീസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ഡീലിങ്സ് പറ്റത്തില്ല. പേഴ്സണൽ ഡീലിങ്സ് പറ്റണമെങ്കിൽ എന്താ പോകണം? വീട്ടിൽ തന്നെ പോകണം. ആ ഒരു വ്യക്തിയായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കണം. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഒഫീഷ്യൽ കാര്യത്തിന് ചെല്ലുമ്പോൾ ആളെന്താ പറയും, ഇതൊക്കെ ഓഫീസ് കാര്യങ്ങൾ, ഓഫീസിൽ പോയി ചർച്ച ചെയ്യാം. അതേപോലെ പരിപാലനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷ്ണന് നോക്കാൻ താല്പര്യമില്ല. അതിനുവേണ്ടി വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു രൂപം എടുത്ത് അവിടെ ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്. ഓഫീസിന് ടൈമുണ്ട്. ആ ടൈമിൽ ഓഫീസിൽ പോയി കൺസൾട്ട് ചെയ്യണം. അന്നേരം സൃഷ്ടിയിൽ പ്രശ്നമൊക്കെ വരുമ്പോൾ ദേവന്മാർ ഓടും ബ്രഹ്മദേവന്റെ അടുത്ത്. ബ്രഹ്മദേവനും മഹാദേവനും എല്ലാവരും കൂടി ചർച്ച കൂടും. ഒഫീഷ്യൽ ബ്രീഫിങ്ങും വലിയ വലിയ സെമിനാർസും കോൺഫറൻസും ഒക്കെ നടത്തിയതിനു ശേഷം പറയും, വലിയ പ്രശ്നമാണ്, നമുക്ക് വിഷ്ണുവിനെ കണ്ടേ പറ്റൂ. അവസാനം ക്ഷീരസാഗരത്തിൽ ചെന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യും. പുരുഷ സൂക്തം പാടും. സഹസ്ര ശീർഷ പുരുഷ എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കും. അന്നേരം ഭഗവാനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. കാണാനുള്ള ക്വാളിഫിക്കേഷൻ ദേവന്മാർക്കും ഇല്ല. ഭഗവാന്റെ ശബ്ദം കേൾക്കും. ഒഫീഷ്യൽ ഇമെയിൽ വരും. ആരുടെ ഹൃദയത്തിൽ? ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ. ബ്രഹ്മദേവൻ പറഞ്ഞു, ആ മെസ്സേജ് കിട്ടി, ഭഗവാൻ ഉടൻ തന്നെ അവതരിക്കാൻ പോവുകയാണ്. എല്ലാ ദേവന്മാരും അവരവരുടെ ഡ്യൂട്ടി ചെയ്തോളൂ, അവരവരുടെ സ്ഥലങ്ങളിൽ ജനിച്ചോളൂ. ഇങ്ങനെയാണ് പ്രോട്ടോകോൾ. ദേവന്മാര് പോലും പ്രോട്ടോകോൾ പാലിക്കുന്നു. പിന്നെ നമുക്ക് എന്തിനാണ് കൺഫ്യൂഷൻ? എന്താണോ കേട്ടത് വൈദിക ഗ്രന്ഥപ്രകാരം ഭാഗവതത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാര്യന്മാർ, നാരദ മഹർഷി, ഇത്ര വലിയ ഋഷീശ്വരന്മാര്, ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ തന്നെ പറയുന്നു, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഭീഷ്മദേവൻ തന്നെ പറയുന്നു, പിതാമഹനായിട്ടുള്ള ഭീഷ്മദേവൻ. യുധിഷ്ഠിര, നീ വിചാരിക്കുന്നു യുദ്ധത്തിനെല്ലാം കാരണക്കാരൻ നീയാണ്, നീ കാരണം ഒരുപാട് പേര് മരിച്ചു. പക്ഷെ എല്ലാത്തിനും കാരണക്കാരൻ ആരാണെന്നറിയോ? ഈ ഇദ്ദേഹമാണ്. ഇദ്ദേഹമാണ് എല്ലാത്തിനും കാരണക്കാരൻ. കാരണ ജലത്തിൽ ശയിക്കുന്ന വിഷ്ണു ഇദ്ദേഹം തന്നെയാണ് എന്നാണ് ഭീഷ്മർ പറയുന്നത്. അങ്ങനെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഭീഷ്മരെ കാട്ടി എത്രയോ പ്രായം കുറഞ്ഞതാണ് കൃഷ്ണൻ. ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. യുധിഷ്ഠിരനെ കാട്ടി ഇളയതാണ് കൃഷ്ണൻ. പക്ഷെ ഭീഷ്മർ എന്താണ് പറയുന്നത്? ഇദ്ദേഹമാണ് കാരണജലത്തിൽ ശയിക്കുന്നത്. ഇനി രാജസൂയ യജ്ഞം നടക്കുമ്പോൾ എല്ലാവരും തർക്കമായി, എല്ലാവരും കൺഫ്യൂഷൻ. പിന്നെ ആർക്കാണ് ആദ്യത്തെ? തർക്കവും ഇല്ലായിരുന്നു, എല്ലാവരും ഒരു ചിന്തയിലായിരുന്നു. ഇത്രയും വിശിഷ്ട വ്യക്തികളുണ്ട്, ഇത്രയും ദേവന്മാരാണ്, ആർക്കാണ് പ്രഥമ അർഘ്യം, പ്രഥമ പൂജ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് നമ്മുടെ സഹദേവൻ എഴുന്നേറ്റ് പറയും, ഇതിലെന്താണ് സംശയം? സാക്ഷാൽ കൃഷ്ണൻ തന്നെ കൊടുക്കണം. അന്നേരം എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ചു. അവിടെ മഹാദേവനുണ്ട്, ബ്രഹ്മദേവനുണ്ട്, എല്ലാ ദേവന്മാരും ഉണ്ട്. എല്ലാ ദേവി ദേവന്മാരും നിൽക്കുമ്പോഴാണ് ഇത് ചർച്ച നടക്കുന്നത്. ഇത്രയും വിശിഷ്ട വ്യക്തികൾ ഉണ്ടായിട്ടും ഭഗവാനെ തന്നെ അവിടെ ഇരുത്തിയിട്ടാണ് പൂജ തുടങ്ങിയിരിക്കുന്നത്. അന്നേരം ഒരേ ഒരാളെ പറഞ്ഞോളൂ, ശിശുപാലൻ. കാരണം എന്തുകൊണ്ട്? ശിശുപാലന് രുക്മിണി ദേവിയെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. അന്നേരം രുക്മിണി ദേവിയെ കിട്ടാത്തത് കൊണ്ടുള്ള അസൂയ. അന്നേരം ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാത്ത എല്ലാവർക്കും എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഒരു അസൂയ കാണും ഉള്ളിൻ്റെ ഉള്ളിൽ. തുറന്ന മനസ്സോടുകൂടി, അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അനസൂയവേ, നിനക്കിതെല്ലാം മനസ്സിലാവും അർജുന. കാരണം നീ എന്തുകൊണ്ടാണ്? എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഭക്തനാണ്. പിന്നെ അനസൂയവേ, നിനക്ക് അസൂയയില്ല. അസൂയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രീല പ്രഭുപാദ് ജി പറയുന്നുണ്ട്, അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ മറ്റൊരു വ്യക്തി അത് അനുവദിച്ചു കൊടുക്കത്തില്ല. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമുക്ക് ആ വ്യക്തിയോടുള്ള വെറുപ്പ്, വിദ്വേഷം, അതൊക്കെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അന്നേരം ഇങ്ങനെയൊക്കെ മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ് ഭാഗവതത്തിൽ പറയുന്നത്? നിർമത്സരാണാം. മത്സരത ബുദ്ധി ഇല്ലാത്തവർക്കേ ശ്രീമദ് ഭാഗവതം മനസ്സിലാവൂ. ഭഗവത്ഗീത, ഭാഗവത തത്വമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ മത്സര മനോഭാവം കളയണം. യഥാർത്ഥത്തിൽ
ഒരു പരിശുദ്ധ ഭക്തി കിട്ടണമെങ്കിൽ, അതിനുള്ള ആ ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കണം. ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മത്സരത വരും. തൊട്ടു മുമ്പിൽ ഭക്തർ നിന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല. ഭഗവാൻ കൺമുന്നിൽ ഉണ്ടായിരുന്നു ശിശുപാലന്റെ മുമ്പിൽ, പക്ഷേ ഇത് ഭഗവാനാണെന്ന് മനസ്സിലായില്ല. ഇതേപോലെ ഭക്തര് മുന്നിൽ നിന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല, ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ. അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്താണ് ഉപായം? ഒരേ ഒരു ഉപായമേ ഉള്ളൂ. ഭഗവത്ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം. വായിച്ചു പോയാൽ മതിയോ? അല്ല, പഠിക്കണം, ജീവിതത്തിൽ ആചരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജപം കറക്റ്റ് ആവൂ. ഹരിനാമം പവർഫുൾ ആണ്, പക്ഷെ ഹരിനാമം വർക്കാവണമെങ്കിൽ എന്തായിരിക്കണം? തത്വം ക്ലിയർ ആയിരിക്കണം. തത്വം ക്ലിയർ ആയിരിക്കണമെങ്കിൽ ഭാഗവതം വായിക്കണം. ഭാഗവതം വായിച്ചാലേ ഭഗവത്ഗീത മനസ്സിലാവും. ഇതാണ് നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി നാളെ നമുക്ക് 6ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ പ്രഭുപാദ് ജി കി ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദേ ഹരി.